ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഋഷിതൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇതാണ് ബർത്ത്ഡേ ഗേൾ. ഇഷിത ആരാണ്? ഋഷിതൻ്റെ ചേച്ചിയാണ് ഋഷിത. ഇതാണ് ഇഷിത. പിന്നെ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലെ നാളത്തെ പെൺപുലികളാണ് കേട്ടോ. ഇതൊക്കെ സുന്ദരികളായിട്ടുണ്ട് എല്ലാവരും അല്ലേ. പിന്നെ ഇയാൾ നമ്മുടെ കുടുംബത്തിൽ ജോയിൻ ചെയ്ത് 4 മാസം ആയിട്ടുള്ളൂ. ബർത്ത്ഡേക്ക് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഫോട്ടോ എടുക്കുന്നവർക്ക് ഒട്ടും കുറവല്ല. ഇത് ഇത്ര നേരം സൗണ്ട് നൽകിയത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ സെൽഫിയോടെ എടുത്തിരിക്കുകയാണ്. കേക്ക് മുറിക്കുമ്പോൾ ഋഷിത ആദ്യമൊന്നും വാശി കാണിച്ചില്ല കേട്ടോ. ഒരു പടക്കം പൊട്ടിയതോടുകൂടി അവൾ കരച്ചിൽ തുടങ്ങി. അങ്ങനെ ഋഷിത കേക്ക് മുറിക്കുന്ന കണ്ടപ്പോൾ ഇഷിതയ്ക്ക് സങ്കടമായി. അങ്ങനെ ഇഷിതനെയും നമ്മൾ കേക്ക് മുറിപ്പിച്ചു. അങ്ങനെ അവൾ മാത്രം കേക്ക് മുറിക്കുന്നു, ഞാനും മുറിക്കണം എന്ന് പറഞ്ഞ് ദച്ചുട്ടിയും ചിഞ്ചിരും അവരെ കൊണ്ടും മുറിപ്പിച്ചു. കുട്ടികൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞ് സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ നിയമത്തിൽ. അങ്ങനെ എല്ലാ കുട്ടികളും കേക്കിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് കേക്ക് കഴിച്ച് മതിയായി. വന്നവരൊക്കെ സമ്മാനങ്ങൾ കൊടുത്ത് കേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ വാശി കാണിച്ചെങ്കിലും പിന്നീട് അങ്ങനെ കരയാതെ നിന്നു കേട്ടോ. വീഡിയോ മൊത്തം നീലമയമാണ് അല്ലേ. ടാർപ്പായിൻ്റെ കളറാണ് കേട്ടോ. നീലമയം അതാണ് എല്ലാ കളറിനെയും ഡിമ്മാക്കിയത്. അങ്ങനെ 12 മണി 12:30 നമ്മൾ കേക്ക് മുറിക്കുന്ന ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. ചടങ്ങൊക്കെ കഴിഞ്ഞു. ദേ ഇവിടെ ഒരാൾ കൊഞ്ചിക്കുകയാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. ഭാവിക്ക് പിറന്നാൾ സദ്യയാണ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും നെയ്ച്ചോറാണ്. പക്ഷേ പിറന്നാൾ കുട്ടിക്ക് മാത്രം സദ്യ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കൊടുക്കുന്നത്. ഇത് പിറന്നാൾ സദ്യയാണ് കേട്ടോ. നാളിലാണ് ഋഷിതൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിരിക്കുന്നത്. ഇന്ന് നാളാണ്. അങ്ങനെ എരിവും പുളിയും ഒക്കെ തട്ടി കുട്ടി സദ്യ കഴിച്ചു. ഇനി ഞങ്ങളുടെ ബിരിയാണി. പക്ഷെ ഞാൻ ബിരിയാണി കഴിച്ചില്ല, സദ്യ തന്നെ കഴിച്ചത്. എൻ്റെ അടുത്തിരുന്ന് കഴിക്കുന്നത് എൻ്റെ അമ്മായിമാരാണ്, അച്ഛൻ്റെ പെങ്ങന്മാർ, മൂത്ത പെങ്ങന്മാർ. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ട്. പിള്ളേർക്ക് പാനിപൂരി വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു പാനിപൂരിയൊക്കെ വാങ്ങി കഴിച്ച് എന്നിട്ടാണ് കേട്ടോ വീട്ടിൽ പോയത്. ഇത്രയേ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.